ഡോണ്ട് സ്റ്റോപ്പ് വെൻ യു ആർ ടയർഡ്, സ്റ്റോപ്പ് വെൻ യു ആർ ഡൺ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചത് കൊണ്ട് മാത്രം ആ പ്രവൃത്തി നിർത്തരുത്. നിങ്ങളത് പൂർത്തിയാക്കി കഴിയുമ്പോൾ മാത്രം നിർത്തുക. അമേരിക്കയുടെ US നേവി സീൽസിൻ്റെ മുൻ അംഗവും US മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെയായ ഡേവിഡ് ഗോഗിൻസിൻ്റെ വാക്കുകളാണ്. ആരാണ് ഈ ഡേവിഡ് ഗോഗിൻസ്? ഡേവിഡ് ഗോഗിൻസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് പിന്നെ US എയർഫോഴ്സിലൊക്കെ എത്തിപ്പെട്ട സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിരസമായിട്ട് തോന്നി. ആ വിരസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നിടയിൽ അദ്ദേഹം വളരെ ഫാറ്റിയായി, ഓവർ വെയ്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം US നേവി സീൽസിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. US നേവി സീൽസ് വൺ ഓഫ് ദി ബെസ്റ്റ് നമ്പർ 1 കമാൻഡോ വിങ്സ് ഇൻ ദ വേൾഡ്. ഇന്ന് ലോകത്തുള്ളവയിൽ വെച്ച് ഏറ്റവും നമ്പർ 1 കമാൻഡോ വിങ്സിൽ ഒന്നാണ് US നേവി സീൽസ്. അദ്ദേഹത്തിന് ഈ US നേവി സീൽസിൻ്റെ വീഡിയോ കണ്ടപ്പം അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഫൈറ്ററിനെ ഉണർത്താൻ US നേവി സീൽസിന് കഴിയുമെന്ന് തോന്നി. അദ്ദേഹം US നേവി സീൽസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആപ്ലിക്കേഷൻ അയച്ചു. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അദ്ദേഹം ജോലിക്ക് വേണ്ടി അവിടെ ചെന്നപ്പം അവിടെ ഇരിക്കുന്ന അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, യു ആർ ബ്ലാക്ക് ആൻഡ് യു ആർ ഫാറ്റ്. നിങ്ങൾക്ക് ഓവർ വെയ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് തടിയുണ്ട്. ഈ തടിയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് US നേവി സീൽസിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയില്ല. അദ്ദേഹം പരിഹാസ രൂപത്തിൽ പറഞ്ഞു. പോയി 3 മാസം കഴിഞ്ഞിട്ട് 108 പൗണ്ട്സ് വെയിറ്റ് കുറച്ചിട്ട് വരാൻ പറഞ്ഞു. ഡേവിഡ് ഗോഗിൻസ് തിരിച്ചു പോയി. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. വെറുതെ വന്നതല്ല, 108 പൗണ്ട്സ് വെയിറ്റ് കുറച്ചിട്ട് വന്നു. മീൻസ് 48 കിലോഗ്രാം വെയിറ്റ് കുറച്ചിട്ട് വന്നു എന്ന് വെച്ചാൽ 3 മാസം കൊണ്ട് 48 കിലോഗ്രാം വെയിറ്റ് കുറച്ച് വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രീതിയിൽ അറിയപ്പെടും വേൾഡ് ടഫസ്റ്റ് മാൻ അലൈവ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മാൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് ഗോഗിൻസ് ആണ്. ഡേവിഡ് ഗോഗിൻസിൻ്റെ കനോട്ട് ഹേർട്ട് മീ, കാൺ ഹേർട്ട് മീ എന്ന നോവലിൽ അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ, എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോൺസ് വലിച്ചെറിയുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോൺസിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഒന്നുകിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയൊക്കെ കൂടെയാണ്. നമ്മളെല്ലാവരും ഒരു സ്ഥിരം വലയത്തിനകത്ത് പെട്ടുകിടക്കുകയാണ്. ഈ വലയത്തിൽ നിന്ന് പുറത്തിയാടിയെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാകാം, അങ്ങനെ പല വലയങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുകയാണ്. ഈ വലയത്തിൽ നിന്ന് പുറത്ത് ചാടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റൂ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണോ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി പ്രയത്നിക്കണം, അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമസ്കാരം, ഞാൻ സുനിൽ ദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ നമ്പേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പേഴ്സിനകത്ത് ആദ്യം നമ്മൾ പഠിച്ച നമ്പേഴ്സിന് വലിയവന്മാരായിട്ട് നമ്മൾ പറഞ്ഞത് അഭാജ്യ സംഖ്യകളെ പറ്റിയാണ്. അഭാജ്യ സംഖ്യകളെ പറ്റി നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ആൾക്കാരെയാണ്. മീൻസ് അനകസംഖ്യ, പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. പെർഫെക്റ്റ് നമ്പേഴ്സും അനകസംഖ്യയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്പേഴ്സിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട ചില ആൾക്കാർ, അഭാജ്യ സംഖ്യയും അനകസംഖ്യയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ടത് എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, അഖണ്ഡ സംഖ്യ എന്നിവരെ പറ്റിയാണ്. ഈ നമ്പേഴ്സിനെയൊക്കെ പറ്റിയിട്ടുള്ള ധാരണ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകളുടെ ഒരു ബേസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹായിക്കും. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സംഖ്യകളെപ്പറ്റി പഠിച്ചു തുടങ്ങി. സംഖ്യകളെപ്പറ്റി പഠിച്ചു തുടങ്ങിയപ്പം ആദ്യം നമ്മൾ പഠിച്ച ആരാ? സംഖ്യകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അഭാജ്യ സംഖ്യകളെപ്പറ്റി പഠിച്ചു, അല്ലേ? പ്രൈം നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അവന്മാരുടെ ഒരു കുഞ്ഞനുജന്മാരെ പറ്റിയിട്ടാണ്. അഭാജ്യ സംഖ്യയുടെ ഒരു അനുജനായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അവരുടെ പേരാണ് അനകസംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. എന്താണ് അനകസംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനകസംഖ്യകളെ പറ്റി പഠിക്കും. ഈ അനകസംഖ്യകൾ എന്ന് പറയുന്നത് ഈ കുറേ നാൾ PSC പരീക്ഷകളിലൊക്കെ ഇവന്മാരെ പറ്റി അങ്ങനെ ചോദ്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. ഇവന്മാരെന്താണെന്നോ ഇവന്മാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നോ
അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും PSC പരീക്ഷകളിൽ ഇല്ലായിരുന്നു. ഈ അടുത്തിടയ്ക്കായിട്ടാണ്, ഒരു 1-2 വർഷമായിട്ടാണ് ഇവന്മാരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത്. അതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്ന സംഖ്യകളെ പോലെ അത്ര പ്രാധാന്യമുള്ള ആൾക്കാരല്ല ഇവന്മാർ. ഇവന്മാരെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ഇവന്മാരെ നമ്മൾ എപ്പോഴും ഒന്നും അപ്ലൈ ചെയ്യത്തില്ല. നമ്മളെപ്പോഴും കണക്കിലെ സംഖ്യകൾ അപ്ലൈ ചെയ്യുന്ന പോലെ എപ്പോഴും ഒന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരല്ല. ഇവന്മാരെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇവന്മാരെ ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നാൽ മതി. ഇവന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പേര് പറയുന്നത് പോലെ ഇവന്മാർ ഭയങ്കര പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവന്മാരുടെ എണ്ണവും കുറവാണ്. പെർഫെക്റ്റ് ഇവന്മാർ, ആൾക്കാർ ഭയങ്കര പെർഫെക്റ്റ്. അതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല, ഇവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇന്ന് വരെയുള്ള കണക്കിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവന്മാരെ ആകെപ്പാടെ ഒരു 52 ഉള്ളു. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 52 ഉള്ളു. അങ്ങനെ എണ്ണത്തിൽ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഉള്ള ആൾക്കാർ നമുക്കും അത്യാവശ്യം PSC എക്സാമിനകത്ത് സാധ്യതയുള്ള ഒരു 3-4 ആൾക്കാരെ പഠിച്ചു വെച്ചാൽ മതി. അതിന് മേലെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റത്തുമില്ല. കാരണം ആകെപ്പാടെ കണ്ടുപിടിച്ചിട്ടുള്ള 52 ഉള്ളു. അതൊക്കെ ഒരുപാട് വലിയ നമ്പേഴ്സാണ്. നമുക്ക് പഠിച്ചെടുക്കേണ്ട വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, നമ്പേഴ്സിലേക്ക് വരാം. എന്താണ് അനകസംഖ്യ അല്ലെങ്കിൽ എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് നമുക്കൊന്ന് പറയാം. ഒന്ന് ശ്രദ്ധിച്ച്, ഈ ഏതൊക്കെയാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ആദ്യം അവരുടെ ഡെഫിനിഷൻ അങ്ങ് പറയാം. ഈ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കൂ. എന്നിട്ട് നമുക്കതൊരു ഉദാഹരണം വെച്ചൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്തെടുക്കാം. അത് ഞാൻ പറയുക. ഇത് എൻ്റെ അടുത്ത് ഒരാൾ ഒന്ന് ചോദിക്കുകയെ, സാറേ എന്തുവാ ഈ അനകസംഖ്യ അല്ലെങ്കിൽ എന്തുവാ ഈ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ അയാളുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മോനെ, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെയായാൽ അതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്. അല്ലോ, മനസ്സിലായോ? ഒന്നും മനസ്സിലായി കാണത്തില്ല, എനിക്കറിയാം. അതെങ്ങനെ മനസ്സിലാവുന്നത്? എന്തു ഈ പറഞ്ഞു, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ശരിയാണ്. എന്നാൽ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഒന്ന് കേട്ടോ. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക. ഒരു സംഖ്യയുടെ ഘടകങ്ങളൊക്കെയാന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ എല്ലാ ഘടകങ്ങളും വേണ്ടെന്ന് മനസ്സിലായി. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ആ ഘടകങ്ങളിൽ ആ സംഖ്യ എഴുതണ്ട, ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക. അത് ആ സംഖ്യ തന്നെ ആയിരിക്കണം. ആ സംഖ്യ തന്നെയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അനകസംഖ്യ എന്ന് പറയുമെന്നാണ് ഈ പറയുന്നത്, അല്ലേ? എന്നാലും ഒന്നും മനസ്സിലായി കാണത്തില്ല. ശരിയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇത് തന്നെ പറയുന്ന ഘടകങ്ങൾ ആ സംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? അതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കണക്ക് നമ്മൾ പഠിക്കുന്ന ഡെഫിനേഷൻ വെച്ചിട്ടല്ല. കണക്ക് ഡെഫിനേഷൻ വെച്ചിട്ട് പഠിച്ചാൽ നമ്മൾ എന്തോ പഠിക്കാനാ? ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ അതങ്ങ് വിടും. നമ്മൾ എഴുതി പഠിക്കും. കണക്ക് എഴുതി പഠിക്കുമ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഇതങ്ങ് ഓർത്ത് വെച്ചേക്കണം. ആദ്യത്തെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്, ആദ്യത്തെ അനകസംഖ്യ എന്ന് പറയുന്നത് ഇവനാണ്. ആദ്യത്തെ അനകസംഖ്യയാണ്. ആദ്യത്തെ പെർഫെക്റ്റ് നമ്പറാണ് ഇത് 6. ആദ്യത്തെ അനകസംഖ്യ ഏതാ? ആദ്യത്തെ പെർഫെക്റ്റ് നമ്പർ ഏതാ? 6. ഇതാണ് ആദ്യത്തെ അനകസംഖ്യ. എന്നാ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ പറയേണ്ടത് ഈ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറയണം. എന്ത് പറയണം? ഈ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറയണം. ഒന്ന് പറ. 6ന്റെ ഘടകങ്ങൾ. 6ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 6 കിട്ടും എന്നുള്ളതാണ് 6ന്റെ ഘടകം. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 6 കിട്ടും എന്നുള്ളതാണ് 6ന്റെ ഘടകം. അന്നേരം പറയാം, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ച 6 കിട്ടുമെന്ന് ചോദിച്ചാൽ 1 ഗുണം 6 = 6. 1 × 6 6. അന്നേരം ഘടകങ്ങളായിട്ട് ഏതൊക്കെ വരാം? 1 വരാം, 6 വരാം. അത് കഴിഞ്ഞു. ഇനി പറ, വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച 6 കിട്ടുമോ? അന്നേരം നിങ്ങൾ പറയണം 2 ഗുണം 3 = 6. ശരി, 2 × 3 6. അത് ഓക്കെ ആയി. പറഞ്ഞേ, ഇങ്ങനെ 6ന്റെ ഘടകം. 6ന്റെ ഘടകം ഏതൊക്കെയാണ്? 1 × 6 6 ആയതുകൊണ്ട് 1 6 6ന്റെ ഘടകം. 2 × 3 6 ആയതുകൊണ്ട് 2 3 6ന്റെ ഘടകം കിട്ടിയേ.
ഈ ഘടകങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. ഞാൻ ആ പറഞ്ഞ ഡെഫിനേഷനിലേക്ക് ഞാൻ വരുന്നത് എങ്ങനെയാ? ഒരു സംഖ്യയുടെ, ഇങ്ങോട്ട് നോക്കിക്കോ, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള, ആ സംഖ്യ ഒഴികെ എന്ന് പറഞ്ഞാൽ 6 വേണ്ട, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക, ആ സംഖ്യ ഒഴികെയുള്ള ഘടകം ഏതൊക്കെയാ? 1, 2, 3. അതിൻ്റെ തുക 1, 2 + 3, 1 + 2 + 3, 3, 2, 5, 1, 6. എന്ത് തന്നെ? ആ സംഖ്യ തന്നെ ആയാൽ, ഒന്ന് പറഞ്ഞ്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെയായാൽ അതായിരിക്കും അനഘസംഖ്യ, അതായിരിക്കും അനഘസംഖ്യ. ഇപ്പോൾ ഒരു ചെറിയ ധാരണയായി, ഇപ്പോൾ ഒരു ചെറിയ പിടുത്തം കിട്ടി, നമുക്കൊരു വള്ളി കിട്ടി, ഒരു പിടിവള്ളി കിട്ടി, ഒന്ന് പിടിച്ച് കയറാപ്പെട്ടതൊരു ചെറിയ ധാരണയായി. എന്നാൽ ഒന്നുകൂടെ എഴുതുമ്പോൾ ഇതങ്ങ് പഠിക്കും, ഈ നമ്പറങ്ങ് പഠിച്ചു വെക്കും. ഏറ്റവും അവസാനം നമ്മൾ നമ്പറോടെ കാണാൻ പഠിച്ചു വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓർത്ത് വെച്ചേക്കണം. എന്നിട്ട് നമുക്ക് പറയാം, ആദ്യത്തെ അനഘസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? 6 ആണ്. ആദ്യത്തെ അനഘസംഖ്യ ഏതാണ്? 6 ആണ്. എന്നാ ഒന്ന് പറഞ്ഞ്, എന്താ അനഘസംഖ്യ എന്ന് പറയുന്നത്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ് എങ്ങനെ പറയും? ഒരു സംഖ്യയുടെ 6ന്റെ ആ സംഖ്യ ഒഴികെയുള്ള 6 ഒഴികെയുള്ള ഘടകം ഏതൊക്കെയാ? 1, 2, 3. ആ ഘടകങ്ങളുടെ തുക 3ന്റെയും 2ന്റെയും 1ന്റെയും തുക എന്ത് തന്നെ? ആ സംഖ്യ തന്നെ കിട്ടണം. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 തന്നെ കിട്ടണം. 6 തന്നെ കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിയതുകൊണ്ട് നമ്മൾ പറയും 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അനഘസംഖ്യയാണ്. ആണേ? അന്നേരം ഒന്ന് പറഞ്ഞ്, ഒന്ന് ഉറപ്പിച്ചേ, ആദ്യത്തെ അനഘസംഖ്യ, ആദ്യത്തെ അനഘസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6 ആയിരിക്കും. ക്ലിയർ ആണേ? ഓക്കെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം ഒരു പിടുത്തം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അനഘസംഖ്യ നമുക്ക് കിട്ടിയല്ലോ, 6. അതവിടെ നിൽക്കട്ടെ. എന്നാൽ രണ്ടാമത്തെ അനഘസംഖ്യയോടെ ഞാനൊന്ന് പറയുക, നിങ്ങളൊന്ന് നോക്കിക്കോ. രണ്ടാമത്തെ അനഘസംഖ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ അനഘസംഖ്യ ഏതാ? 28. ഇത് രണ്ടും പഠിച്ചോ? ബാക്കിയൊക്കെ പഠിക്കേണ്ട മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും പഠിച്ചോ? അങ്ങനെ ആദ്യത്തെ അനഘസംഖ്യ ഏതാ? 6. രണ്ടാമത്തെ അനഘസംഖ്യ ഏതാ? 28. എന്നാൽ പിന്നെ നമുക്ക് 28ലേക്ക് ഒന്ന് വരാം. ഒന്ന് നോക്കിയേ, 28. ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് പറ. എന്താ പറഞ്ഞേ? ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകം, ഈ സംഖ്യ ഒഴികെയുള്ള ഘടകം നമുക്ക് എഴുതാം, അതൊക്കെ പിന്നെ പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം 28ന്റെ ഘടകങ്ങൾ വേണം. നമുക്കാദ്യം എന്ത് വേണം? 28ന്റെ ഘടകങ്ങൾ വേണം, വേണ്ടേ? എന്നാ പറ, ഏതൊക്കെയാ 28ന്റെ ഘടകങ്ങൾ? എന്തുവാ ഘടകങ്ങളെന്ന് വെച്ചാ, ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടും എന്നുള്ളതാണ് 28ന്റെ ഘടകങ്ങൾ. എന്നറിയാമെങ്കിൽ നിങ്ങൾ പറയും 28ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1 × 28 = 28. ശരി, മനസ്സിലായി. 1 × 28 28. ഇവിടെ ഒന്ന് പറയടേ, വേറെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടും? ഇതാ ഇങ്ങനെ പറ, 4 × 7 = 28. ശരി, 4 × 7 = 28. അതും ഓക്കെ. വേറെ വല്ലതും ഉണ്ടോ? വേറെ വല്ലതും ഉണ്ടോ നോക്കി ഇങ്ങനെ പറയണം. 2 × 14 = 28. ശരി, അതും പറഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും സംഖ്യയെ കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടുമോ? കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? വേറെ സംഖ്യകളെ കൊണ്ട് ഗുണിച്ചാൽ 28 കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അതിൻ്റെ ഘടകങ്ങളായിട്ട് വരത്തില്ല, അതുകൊണ്ടാണ്. ശരി, എന്നാൽ അത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പറ, അനഘസംഖ്യ അനുസരിച്ച് നമ്മൾ എന്താ പറഞ്ഞ്? ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകം, ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 28. ആ സംഖ്യ ഒഴികെ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എടുക്കണ്ട, 28 എടുക്കണ്ട. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്നവന്മാര് മൊത്തം. ഈ ഘടകങ്ങളുടെ തുക എന്തായിരിക്കണം? ആ സംഖ്യ തന്നെ ആയിരിക്കണം. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ ആര് തന്നെ ആയിരിക്കണം? 28 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പറയാം 28 അനഘസംഖ്യ. എന്നാൽ ഇവന്മാരുടെ തുക 28 കിട്ടുമെന്ന് നോക്കിയാൽ പോരെ? അന്നേരം ഒന്ന് പറഞ്ഞ്, അതാണ്ട് 14. 14 + 2 കൂട്ടി പറ. 14 + 2 + 7 + 4 + 1. ഇതെല്ലാം കൂട്ടുമ്പോൾ 28 കിട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെ എന്ന് പറയാം. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 28 തന്നെ നമുക്ക് പറയാം. അത് കിട്ടിയാ ഓക്കെ. പറ, 14ന്റെ കൂടെ 2 കൂട്ടിയാൽ 16, 16ന്റെ കൂടെ 7 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 23,
23ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 27, ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 28. മനസ്സിലായി, ക്ലിയറായി. എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ്? എന്താണ് അനകസംഖ്യ? വ്യക്തമായി കാണാം. ഒന്ന് പറഞ്ഞ്, ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള, ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 28 ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യ തന്നെയായാൽ ആ സംഖ്യയെ പറയുന്ന പേരാണ് അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്. ഇത്രയുള്ള മനസ്സിലായോ? എന്താണ് അനകസംഖ്യ? ഇങ്ങനെയൊന്ന് പറഞ്ഞു പഠിച്ച അനകസംഖ്യയുടെ കാര്യം തീർന്നു. ക്ലിയർ? ആണ് അനകസംഖ്യ എന്ന് പറഞ്ഞല്ലോ. അനകസംഖ്യ എന്താന്ന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് അനകസംഖ്യകൾ ഒരു 3-4 പഠിച്ചു വെക്കണം. അത്രയേ ഉള്ളൂ. ഒരു 3-4 നമ്പർ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ അനകസംഖ്യ തീർന്നു. വേറെ ഒന്നുമില്ല. ഈ 3-4 നമ്പറിൽ നിന്ന് അനകസംഖ്യയുടെ കണക്കി വയ്ക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് അടുക്കൊന്നും ഇല്ലാത്തവന്മാരവന്മാർ. കൃത്യമായിട്ടൊരു അടുക്കോ കൃത്യമായിട്ടൊരു രീതിയിലോ നമ്മൾ എണ്ണൽ സംഖ്യയോ ഒറ്റ സംഖ്യയൊക്കെ പഠിക്കുന്ന പോലെ അങ്ങനെ പ്രത്യേകിച്ചൊരു ബന്ധമൊന്നും ഇല്ലാത്തവന്മാരാണ്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി 6 കഴിഞ്ഞാൽ പിന്നെ അനകസംഖ്യ വരുന്ന ഏതാ? 28 മനസ്സിലായി. 6, 28 തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഇവന്മാർ പോകുന്നത്, പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നമുക്കിത് കണ്ടെത്തി പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇവരാരൊക്കെയാന്ന് പഠിക്കണം. എൻ്റെ പുറകിലൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. അങ്ങനൊന്നും ചെയ്യത്തില്ല നമ്മൾ. നമുക്ക് വേണ്ടത് ഒരു 3 നമ്പർ മതി. എന്നാലും നമ്മൾ ഒന്നുകൂടെ പഠിക്കാം. നമുക്കൊരു 4 നമ്പർ പഠിക്കാം. ആകെപ്പാട് 52 നമ്പറേ ഉള്ളൂ. അത് തന്നെ 5ാമത്തെ 6ാമത്തെ നമ്പറൊക്കെ ആകുമ്പോൾ 7-ക്കോ 8-ക്കോ 9-ക്കോ 10-ക്കോ ഒക്കെ വരുന്ന നമ്പറുകളാണ്. മുട്ട നമ്പറുകളാണ്. അതൊന്നും നമുക്ക് പഠിക്കണ്ട, അതൊന്നും നമുക്ക് വേണ്ട, അതൊന്നും നമ്മൾ കണക്കിൽ അപ്ലൈ ചെയ്യത്തില്ല. നമുക്ക് പഠിച്ചിരിക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി ഒരു 4 നമ്പർ ഞാൻ ഇപ്പം പറയും. നിങ്ങൾ എൻ്റെ കൂടെ പഠിക്കണം. ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് ഓക്കെയാണ്. 6 എന്ന് പറഞ്ഞ അനകസംഖ്യയാണ്. നേരെ പഠിച്ചോ. ഏറ്റവും ചെറിയ അനകസംഖ്യയാണ് 6. പറഞ്ഞേ, ഏറ്റവും ചെറിയ അനകസംഖ്യയാണ് 6. എന്നാൽ പിന്നെ അടുത്ത അനകസംഖ്യ എന്ന് പറഞ്ഞ ഏതാ? 28. അടുത്ത അനകസംഖ്യ ഏതാ? 28. അത് ഓക്കെയാണ്. എന്നാൽ അടുത്ത അനകസംഖ്യ ഇങ്ങനെ പഠിക്കണം. അടുത്ത അനകസംഖ്യ എന്ന് പറഞ്ഞാൽ 496. അടുത്ത അനകസംഖ്യ ഏതാ? 496. എന്നാൽ ഒന്നുകൂടെ പഠിക്കാൻ പറയാം. ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. PSC എക്സാമിനകത്ത് ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ, ഇനി മേളിൽ ചോദിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. അടുത്തവന്മാരുടെ പഠിക്കാം. ഇവനോടൊന്ന് പഠിച്ചു വെക്കണം. 8128. ക്ലിയർ ആണേ? ഈ 4 ആൾക്കാരെ പഠിച്ച നമ്മുടെ അനകസംഖ്യകൾ ആദ്യത്തെ 4 അനകസംഖ്യയായി. ഈ 4 പേരെ പഠിച്ച് ഏതൊക്കെ ഒന്ന് പറഞ്ഞേ. ഏറ്റവും ചെറുതാരാ? 6. അവനാണ് ഏറ്റവും പ്രാധാന്യം. അവനെപ്പറ്റി ചോദിക്കൂ. അല്ലെങ്കിൽ അടുത്ത ആളാരാ? 28. അടുത്ത ആൾ ഇവനെയോടെ ചോദിക്കാം. 496 അതും ചോദിച്ചിട്ടുണ്ട്. അഡീഷണലായിട്ട് നമ്മൾ ഒരാളെയോടെ പഠിച്ചു വെക്കും. അവനാണ് 8128. ഈ 4 പേരെ പഠിക്കാം. വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ആൾക്കാരെ നിങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹിൻഡ് പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പഠിച്ചു. അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നൊരു ഹിൻഡ് ഇതാ. 6 പറഞ്ഞല്ലോ. 628 നിങ്ങൾ പഠിച്ചേ പറ്റൂ. 628 നിങ്ങൾ പഠിച്ചേ പറ്റൂ. ബാക്കി 2 ആൾക്കാരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഈ 6 കഴിഞ്ഞാൽ വരുന്ന 2 ഒറ്റ സംഖ്യകളൊന്ന് പറഞ്ഞു തരുമോ? 6 കഴിഞ്ഞാൽ വരുന്ന 2 ഒറ്റ സംഖ്യ ഏതൊക്കെയാണ്? 7, 9 അല്ലേ? 6 കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സംഖ്യ 7. അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 7, 9 അല്ലേ? എന്നാൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു തരുമോ? 7ൻ്റെ സ്ക്വയർ പറ. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49. അടുത്ത 9 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. അത് രണ്ടും പറയാമല്ലോ. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 എന്നും 9ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 പറയാമല്ലോ. അത് പറയാം. ഈ 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ 7, 7 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ 9. ആ 7ൻ്റെ സ്ക്വയർ 49, 9ൻ്റെ സ്ക്വയർ 81 എന്നും പറയാമല്ലോ. അത് പറയാം. ഇതങ്ങോട്ട് എഴുതി കഴിഞ്ഞാലേ പിന്നെ ഈ ആദ്യത്തെ അനകസംഖ്യ 6 അല്ലേ? 6 അവിടെ ഇടണം. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 28 അല്ലേ? ആ 28 താണ്ട് എവിടെ ഇടണം? കഴിഞ്ഞു. ഏതൊക്കെയാ? 496, 81, 28. ക്ലിയർ ആയോ? ഒന്ന് പഠിച്ച് ഒന്ന് പറഞ്ഞ് എങ്ങനെയാണ് അനകസംഖ്യ എഴുതിയെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ആ അനകസംഖ്യ 4 ഇപ്പോഴും കാണാൻ പഠിക്കണം. അതിനുവേണ്ടി പറയുകയാണ്. ഒന്ന് പറ. ഏറ്റവും ചെറുതേതാ? 6. അടുത്ത ഏതാ? 28. ഇത് രണ്ടും എഴുതി വെച്ചേ. 6, 28 എഴുതി വെച്ചേ. ഉറപ്പായി. എന്നാ പറ. 6 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ ഏതാ? 7. ആ 7ൻ്റെ സ്ക്വയർ എത്ര? 49. 7 കഴിഞ്ഞാൽ വരുന്ന ഒറ്റ സംഖ്യ ഏതാ? 9.
ആ 9ൻ്റെ സ്ക്വയർ എത്ര? 81. അതും എഴുതി. 7ൻ്റെ സ്ക്വയർ 49, 9ൻ്റെ സ്ക്വയർ 81 എഴുതി. പിന്നെ താണ്ടെ ആദ്യത്തെ 6 എടുത്തുകൊണ്ട് ഇവിടെ ഇടണം, രണ്ടാമത്തെ 28 എടുത്തുകൊണ്ട് ഇവിടെ ഇടണം. ഇതാണ് ആദ്യത്തെ 4 അനകസംഖ്യ. ക്ലിയർ ആയോ? ഒന്ന് പറ, ഒന്ന് പഠിച്ചു പറ. ആദ്യത്തെ 4 അനകസംഖ്യ ഏതൊക്കെയാണ്? 6, 28, 496, 81, 28. ഇത്രയും മതി, കഴിഞ്ഞു. ഇതാണ് അനകസംഖ്യ. ക്ലിയർ ആയേ? ഒന്ന് പറഞ്ഞ്, എന്താ അനകസംഖ്യ? എന്താ അനകസംഖ്യ? ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള, ഒരു സംഖ്യയുടെ ആ സംഖ്യ വേണ്ട, ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ ഫാക്ടേഴ്സിൻ്റെ തുകയെന്ന് പറയുന്നത്, ആ സംഖ്യ ഇല്ലാത്ത ഘടകങ്ങളുടെ തുകയെന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കണം, 6 തന്നെ ആയിരിക്കണം. 6ൻ്റെ 6 ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക 6 തന്നെയാണ്. 28ൻ്റെ 28 ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക 28 തന്നെയാണ്. 496ൻ്റെ ഘടകങ്ങൾ എഴുതുമ്പം അതിൽ നിന്ന് 496നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഘടകങ്ങളുടെ തുക ആ സംഖ്യയായിട്ടുള്ള 496 തന്നെയാണ്. അതുകൊണ്ട് ഇതും അനകസംഖ്യ തന്നെയാണ്. ക്ലിയർ ആയ ഏതൊക്കെയാണ് അനകസംഖ്യ എന്ന് മനസ്സിലായോ? ഇതങ്ങ് പഠിക്കണം. ഇത് പഠിച്ച അനകസംഖ്യ കഴിഞ്ഞു. പെർഫെക്റ്റ് നമ്പേഴ്സ് ക്ലിയർ. ഇതിൻ്റെ കണക്കുകളൂടെ നമ്മൾ ചെയ്യും. ഈ കണക്കൂടെ ചെയ്തിട്ട് അനകസംഖ്യകൾ നമ്മൾ ഉറപ്പിക്കും. അത് PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യും. അത് നമ്മൾ 2-3 നമ്പേഴ്സിൻ്റെ പറയും. നമുക്ക് എണ്ണൽ സംഖ്യ ഒറ്റ സംഖ്യയോടെ ഒന്ന് പരിചയപ്പെടാം. അതുകൂടെ ചെയ്തിട്ട് ഈ നമ്പർ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളങ്ങ് എഴുതി അതിൻ്റെ കണക്കെല്ലാം ചെയ്യും. ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് എഴുതി അതങ്ങ് ചെയ്തിട്ട് നമ്പേഴ്സിൻ്റെ കണക്കുകൾ നമ്മളങ്ങ് തീർക്കും. വേറെ ഉറപ്പിക്കാം, അനകസംഖ്യ നിങ്ങൾക്ക് മനസ്സിലായി, അനകസംഖ്യ നിങ്ങൾക്ക് ക്ലിയറായി. ഓക്കെ, അപ്പം എന്താണ് അനകസംഖ്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം അനകസംഖ്യ നിങ്ങൾ പഠിച്ചല്ലോ. അനകസംഖ്യ നിങ്ങൾ പഠിച്ചതുകൊണ്ട് ഇനി നമുക്ക് ദൈവന്മാരോടൊന്ന് അറിഞ്ഞിരിക്കണം. ഇവരാരൊക്കെയാണെന്ന് മാത്രമേ നമ്മൾ ഇന്ന് പറയൂ. ജസ്റ്റ് ഇവനകത്ത് പഠിക്കേണ്ട കുറച്ച് സമ്മൂടെ നമ്മളിന്ന് പറയും. കണക്കുകളൊക്കെ ഇവന്മാരുടെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കണക്കുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഇന്ന് നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമുക്ക് അറിയേണ്ട ആളാരാ? എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് എന്നോ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയാം. മലയാളത്തിൽ തന്നെ മറ്റൊരു വാക്കുടന് പറയും. ഇതിന് നിസർഗ സംഖ്യകളെന്നും പറയും. എന്ത് പറയും? നിസർഗ സംഖ്യകളെന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എണ്ണൽ സംഖ്യകൾ തന്നെയാണ്. ഓക്കെ, അന്നേരം ഏതാ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസർഗ സംഖ്യ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്താന്ന് ചോദിച്ചാൽ ഓക്കെ ഒന്ന് പറയണം. ഏതൊക്കെയാ എണ്ണൽ സംഖ്യ? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണുന്ന സംഖ്യ. എണ്ണുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എണ്ണുന്നത്? ഇപ്പം കുറച്ച് ആൾക്കാർ എണീപ്പിച്ചേർത്ത് നമ്പർ എടുക്കുക. എണ്ണുന്നത് എങ്ങനെ എണ്ണുന്നത്? 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞല്ലേ എണ്ണുന്നേ. അല്ല ഒരാളെ വിളിച്ചിട്ട് നമ്മൾ 0 എന്നും പറഞ്ഞ് എണ്ണുവോ? ഇല്ല. നീ 0 അവൻ 1 എന്നും പറഞ്ഞ് എണ്ണുവോ? ഇല്ല. എണ്ണുന്ന 1 തൊട്ട് എണ്ണുന്നേ. അന്നേരം ഇങ്ങനെ പറയാം, 1, 2, 3, 4, 5. ആദ്യത്തെ എണ്ണൽ സംഖ്യ 1. അന്നേരം 1 തുടങ്ങും. 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഈ എണ്ണൽ സംഖ്യ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്ലിയർ ആണ്. പക്ഷേ എനിക്ക് വേണ്ട ഇതൊന്നുമല്ല. എനിക്ക് വേണ്ടത് ഇവന്മാരുടെ ഒരു ഇക്വേഷനാണ്. ഇവന്മാരുടെ സം കാണുന്ന, അതായത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ആ ഇക്വേഷനാണ് n × n+1/2. ഒന്ന് പഠിച്ച് ഒന്ന് പറഞ്ഞ്, എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്താ? n × n+1/2. ക്ലിയർ ആയോ? n × n+1/2. ഒന്ന് മനസ്സിലാക്കി പറഞ്ഞ്, എണ്ണൽ സംഖ്യ ഏതൊക്കെയാ? 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണുന്നവന്മാരായ എണ്ണൽ സംഖ്യ. ശരി, എന്നാൽ അവരുടെ സം കാണുന്ന തുക കാണുന്ന ഇക്വേഷൻ എന്താ? n × n+1/2. ക്ലിയർ. കഴിഞ്ഞ് ഇത്രയും മതി എണ്ണൽ സംഖ്യ, വേറെ ഒന്നും വേണ്ട. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, എന്നാൽ അടുത്ത നമുക്ക് പഠിക്കാം എന്താണ് അഖണ്ഡ സംഖ്യ. അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഹോൾ നമ്പേഴ്സ് ചോദിച്ചാൽ, അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ ഇവന്മാരെ തന്നെ പറയണം. ആരെയാ? ഈ എണ്ണൽ സംഖ്യകളെ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു 0 കൊടുത്താൽ മതി. എളുപ്പമല്ലേ? എന്തുവാ? എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു 0 കൊടുത്താൽ
അതെന്തായിട്ട് മാറും? അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആയിട്ട് മാറും. എണ്ണൽ സംഖ്യ ഏതൊക്കെയാ? 1, 2, 3, 4, 5 അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൂജ്യോടെ കൊടുത്താൽ എന്തായിട്ട് മാറി? ഹോൾ നമ്പേഴ്സ് ആയിട്ട് മാറി. സോ അവന്മാരുടെ സംഗാണന ഇക്വേഷന് ഇത് തന്നെ കൊടുക്കാം. പക്ഷേ എണ്ണം കൊടുക്കും നമ്മൾ ഒന്ന് മാറ്റി കൊടുത്ത് ചെയ്യും. അതൊക്കെ പിന്നെ ചെയ്യാം, അത് കണക്ക് ചെയ്യുമ്പോൾ പറയാം. സമ്മിനകത്ത് ഇക്വേഷൻ ഒന്നും വേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. എണ്ണൽ സംഖ്യകളുടെ സംഗാണന ഇക്വേഷൻ n×n+1/2. അഖണ്ഡ സംഖ്യയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഇക്വേഷൻ തന്നെ. അത് കണക്ക് വരുമ്പം ഈ ഒരെണ്ണോടെ വരുമ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടെ ചേർത്ത് ചെയ്യും. അത് ചെയ്യുമ്പോൾ പറയാം. അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിക്കേണ്ട, ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി. എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു പൂജ്യോടെ വന്നാൽ അതെന്തായിട്ട് മാറി? അഖണ്ഡ സംഖ്യയായിട്ട് മാറി. സമ്മിനെ പറ്റി നമുക്കത് പിന്നെ പറയാം. ഇത് ക്ലിയർ ആയേ? 2 നമ്പേഴ്സും ഓക്കെ ആയി. ഏതൊക്കെയായി? എണ്ണൽ സംഖ്യയായി, അഖണ്ഡ സംഖ്യയായി. എന്നാൽ അടുത്ത ആൾക്കാരിലേക്ക് വരാം. എന്താണ് ഇരട്ട സംഖ്യ? ആരൊക്കെയാണ് ഇരട്ട സംഖ്യ? ഈവൺ നമ്പേഴ്സ്. ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈവൺ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8, 10 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയായി. എന്നാൽ നമുക്ക് വേണ്ടേക്ക് പോവാം. നമുക്ക് വേണ്ട എന്താ? അവന്മാരുടെ സമ്മാണ്. ഇരട്ട സംഖ്യകളുടെ സംഗാണന ഇക്വേഷനാണ് n×n+1. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവന്മാർ മാത്രം, അതങ്ങ് പഠിച്ചാൽ മതി. എണ്ണൽ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1/2. ആദ്യത്തെ, അങ്ങനെ പറയണം, തുടക്കത്തിലെയാണ് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ സംഗാണന തുകയാണന ഇക്വേഷനാണ് n×n+1. എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n×n+1/2. ഇരട്ട സംഖ്യ ചോദിച്ചാൽ /2 അങ്ങെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ n×n+1. n×n+1. എണ്ണൽ സംഖ്യയാണെങ്കിൽ n×n+1/2. ഇരട്ട സംഖ്യയാണെങ്കിൽ /2 എടുത്ത് കളഞ്ഞാൽ n×n+1 കിട്ടിയല്ലോ. എന്നാൽ അടുത്ത ഒറ്റ സംഖ്യ പറ. ഒറ്റ സംഖ്യ ഏതൊക്കെയാണ്? ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ്. ഓക്കെ ആണ്. എന്നാൽ ഒന്ന് പറ. ഒറ്റ സംഖ്യകളുടെ സംഗാണന ഇക്വേഷൻ വളരെ എളുപ്പമാണ്. ഒറ്റ സംഖ്യകളുടെ സം കാണാൻ വേണ്ടി അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി, n². അതാണ് ഇക്വേഷൻ. ഒറ്റ സംഖ്യകളുടെ സം കാണാൻ വേണ്ടി അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി, n². കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവുമില്ല, ഇത് തീർന്നു. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരും ഇക്വേഷൻസ് ഒക്കെ ഓക്കെ ആയി. 3 ഇക്വേഷനും പഠിക്കണം. അത് വെച്ച് സമ്മുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമ്മൾ തീർക്കും. ഒന്ന് പറ, എനിക്ക് പറഞ്ഞ് ഏതൊക്കെ ഇക്വേഷൻസ് പറ. എണ്ണൽ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1/2. ഇരട്ട സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1. ഒറ്റ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n². പറഞ്ഞേ, എണ്ണൽ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1/2. ആ n×n+1/2നകത്ത് ആ /2 ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയായി. ഇരട്ട സംഖ്യകളുടെ തുക എന്താ? n×n+1. ഒറ്റ സംഖ്യ വളരെ എളുപ്പം, സ്ക്വയർ അങ്ങ് എടുത്താൽ മതി, n². മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സം കാണുന്ന ഇക്വേഷൻസ് 3 ഇക്വേഷൻസും പിന്നെ ചേർത്ത് പഠിക്കാൻ വേണ്ടി എണ്ണൽ സംഖ്യയുടെ പൂജ്യോടെ വന്നാൽ എന്തായിരിക്കും അഖണ്ഡ സംഖ്യ എന്താന്ന് മനസ്സിലാക്കണം. എണ്ണൽ സംഖ്യയുടെ മറ്റു പേരാ നിസർഗ സംഖ്യ. ഇത് ഉടക്കിന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് കഴിഞ്ഞു. ക്ലിയർ ആയേ? ഏതൊക്കെ നമ്പേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സുകൾ, കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ അതുകൂടെ കണ്ടു നോക്കണം. ഏതൊക്കെ പഠിച്ചു നമ്പേഴ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അഭാജ്യ സംഖ്യയെ പറ്റി പഠിച്ചു. അത് ഓക്കെയായി. അഭാജ്യ സംഖ്യ പഠിച്ച പിന്നെ നമ്മൾ ഇന്ന് ആദ്യം എന്താ പറഞ്ഞേ? അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് പറഞ്ഞു. പിന്നെ ബാക്കി വരുന്ന 4 സംഖ്യകൾ ഏതൊക്കെ? അനകസംഖ്യ കഴിഞ്ഞാൽ പിന്നെ പഠിച്ച ഏതൊക്കെ? എണ്ണൽ സംഖ്യ, അഖണ്ഡ സംഖ്യ, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ. നമ്പേഴ്സിൻ്റെ ഒരു ബേസായി 3 ഇക്വേഷനോടെ പഠിച്ചു. എണ്ണൽ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1/2. ഇരട്ട സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n×n+1. ഒറ്റ സംഖ്യകളുടെ തുകയാണന ഇക്വേഷൻ n². ഇത്രയും ഓക്കെയാണ് ഇന്ന് പറഞ്ഞങ്ങ് ഉറപ്പിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളാണ്. ഈ അഭാജ്യ സംഖ്യയെ പറ്റിയും അനക സംഖ്യയെ പറ്റിയും എണ്ണൽ സംഖ്യ, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, അഖണ്ഡ സംഖ്യ ഇവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് PSC എക്സാമിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മുടെ തുടക്കം നമ്പേഴ്സിനകത്ത് സമ്മിൻ്റെ ക്വസ്റ്റ്യൻസും നമ്പേഴ്സുമായിട്ട് വരുന്ന കണക്കുകളൊക്കെ നമ്മൾ ചെയ്തങ്ങ് തീർക്കുക. ഓക്കെ, ക്ലിയർ? ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.